പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയുടെ പരപ്പില് ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും ഒരു ദിവസം കൂടി പരിപാലിക്കുകയും കഴിഞ്ഞ രാത്രിയിൽ നമ്മളെ സംരക്ഷിക്കുകയും ഈ പ്രഭാതത്തില് സന്തോഷത്തോടെ നീതിസൂര്യന്റെ മുഖത്തേക്ക് നോക്കി എഴുന്നേക്കുവാൻ ദൈവം ബലവും ആരോഗ്യവും തന്ന കർത്താവിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് കടക്കുവാൻ ഒരു വേദവാക്യം വേദശകലം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42 അധ്യായം 3 വാക്യം. ഐസിയ ചാപ്റ്റർ 42 വേഴ്സ് 3. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തിക്കളയുകയുമില്ല. നമുക്ക് ഇത് വാക്യം നന്നായിട്ട് അറിയാം. അപ്പോൾ തന്നെ വാക്യത്തെക്കാൾ ഉപരി വാക്യം പറയുന്നതിനേക്കാൾ ഉപരി പാട്ടുകൾ കൂടി നമ്മൾ പറയാറുണ്ട്, പ്രാർത്ഥനയിൽ അത് ഉപയോഗിക്കാറുണ്ട്. ചതഞ്ഞ ഓട ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ. ഇത് പലപ്പോഴും വായിക്കുമ്പോൾ നമ്മൾ ആ ഭാഗം മാത്രം എടുക്കുമ്പം അതിന് മേളിലും താഴെയുമായിട്ട് കുറച്ച് വാക്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42 അധ്യായം തുടങ്ങുന്നത്, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കിയുമില്ല, തെരുവീതിയിൽ തൻ്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല, ചതഞ്ഞോടെ ഒടിച്ചു കളയുകയില്ല. താഴോട്ട് പറയുന്നു, തളരാതെ അവൻ ഭൂവിൽ സ്ഥാപിക്കും ന്യായം, അതുവരെ അവൻ തളർന്നു പോകുകയില്ല. ഇത് നമുക്കറിയാം. ഈ ഭാഗം മശിഹൈക പ്രാവചനികത, യേശു കർത്താവിനെ കുറിച്ചുള്ള പ്രവചനം, യേശു കർത്താവ് ജനിക്കുന്നതിനേക്കാൾ 750 വർഷങ്ങൾക്ക്, ഏകദേശം 750 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവചനത്തിലൂടെ പറഞ്ഞ് അത് എഴുതി വെച്ചിരിക്കുന്നതാണ് ഭാഗം വായിക്കുന്നത്. ഇതല്ലാതെ 1, 2, 3 ഭാഗങ്ങൾ, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, ഈ ഭാഗങ്ങളെല്ലാം യേശു കർത്താവിനെ കുറിച്ചുള്ള പ്രവചന വചനങ്ങൾ. യെശയ്യാവാണ് ഏറ്റവും കൂടുതൽ പഴയ നിയമത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. അതിലെ ഒരു ഭാഗമാണ് വായിച്ചത്. അതിനകത്തെ ഭാഗമാണ് ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ വൃതൻ, ദൈവത്തിന്റെ ആത്മാവിനെ വെച്ചിരിക്കുന്നു, തളരാതെ ഭൂവിൽ സ്ഥാപിക്കും ന്യായം. ഇതിന്റെ മേളിലും താഴെയുള്ള വാക്യങ്ങൾ. അതിന്റെ ഇടയ്ക്കുള്ള ഒരു വാക്യശകലമാണ്, ചതഞ്ഞ ഓട ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തി കളയുകയുമില്ല. മാനുഷികമായ എല്ലാ ചിന്തകൾക്കും അപ്പുറത്താണിത്. കാരണം ചതഞ്ഞ ഓട ഉപയോഗശൂന്യമായി ഇത് ഒടിച്ചു കളയും. ഈ ചതഞ്ഞ ഓട എന്ന് പറഞ്ഞാൽ അതിന് രണ്ടർത്ഥമുണ്ട്. ഈ മുളയൊക്കെ ഉപയോഗിച്ചിട്ട് അതിങ്ങനെ, ഈ പണ്ട് എൻ്റെ കൊച്ചുകാലത്തിലേക്ക് ഓർക്കുന്നുണ്ട്, അതിങ്ങനെ പന്തങ്ങളായിട്ട് ഉപയോഗിക്കും, പന്തമായിട്ടൊക്കെ ഉപയോഗിക്കും. അതിനകത്ത് എണ്ണ നിറച്ച് പന്തങ്ങളായിട്ട് ഉപയോഗിക്കും. അതിന് ഓട എന്നാ പറയുന്നത്. ഓടക്കുഴലില്ലേ, ഓട. ഈ ഓട അത് ചതഞ്ഞു പോയാൽ പിന്നെ കൊള്ളത്തില്ല. ഈ ഓടക്കുഴൽ ചതഞ്ഞാൽ പിന്നെ എൻ്റെ സൗണ്ട് പോയി, പിന്നെ എന്നെ കൊള്ളത്തില്ല, പിന്നെ വലിച്ചെറിയാനേ കൊള്ളത്തുള്ളൂ. ഈ ചതഞ്ഞ ഓട പൊട്ടിപ്പോയാൽ പിന്നെ എണ്ണ നിറയ്ക്കാൻ കൊള്ളത്തില്ല, അതിനെ പിന്നെ ഉപയോഗശൂന്യമാ. ഈ ചില സ്ഥലങ്ങളിലേക്ക് ഈ കരിമ്പിന്റെ നീരെടുത്ത് ബാക്കി ഭാഗത്തെ ഓട എന്ന് പറയണ്ട, അത് ചതഞ്ഞു പോയാൽ പിന്നെ തീർന്നു, അതിന് നീരെടുത്തു, പിന്നെ അത് വേസ്റ്റാ, പിന്നെ കൊള്ളില്ല. അത് ഈ ചതഞ്ഞ ഓട ഉപയോഗമില്ലാത്തത് കൊണ്ട് വലിച്ചെറിയപ്പെടും. പക്ഷെ ഇവിടെ ഒരു വാക്യം തിരിച്ചെഴുതിക്കുക വിരോധാഭാസമായിട്ട്, ചതഞ്ഞ ഓടയെ അവർ ഒടിച്ചു കളയത്തില്ല. രണ്ടാമത്തെ വാക്ക്, പുകയുന്ന തിരി കെടുത്തിക്കളയത്തില്ല. പുകയുന്ന തിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ കരിന്തിരി. ഈ കരിന്തിരി എന്ന് പറഞ്ഞാൽ എണ്ണ ഇല്ലാത്തത് കൊണ്ടോ ഏതെങ്കിലും തിരി ഇല്ലാത്തത് കൊണ്ടോ ഏതെങ്കിലും സാഹചര്യത്തിൽ ലാക്കായി വന്ന അല്ലെ കുറവ് വന്ന ഇടത്ത് സാധാരണഗതിയിൽ അതിനെ എടുത്തു കളയും, പിന്നെ അത് ഉപയോഗശൂന്യമാ. ഇത് പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആ തിരിയെ, പുകയുന്ന തിരിയെ കെടുത്തിക്കളയും, പിന്നെ അത് കത്തിക്കാൻ ഒക്കത്തില്ല. അത് പുക മറ്റുള്ളവർക്ക് അസഹ്യമാകും, മറ്റുള്ളവരെ അലോസരപ്പെടുത്തും, അത് കാരണം അത് ഉപയോഗശൂന്യമാ. പക്ഷേ ഇവിടെ രണ്ടിനും വിരോധാഭാസമായിട്ട് പറയുന്നത്, ചതഞ്ഞ ഓട ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരിയെ കെടുത്തത്തിന്. ഇതൊരു അലങ്കാരിക ഭാഷയെ പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒന്നിനോട് ഉപമയായി, ഒന്നിനോടൊന്ന് സാമീപ്യമായി പറയുന്ന ഒരു തരത്തിൽ നമ്മളെ കുറിച്ചൊന്ന് എടുത്ത് ചിന്തിച്ചാൽ മതി. ഇന്ന് ഈ വചന സന്ദേശം കേൾക്കുന്ന, ഈ വചനശകലം കേൾക്കുന്ന നമ്മളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ചതഞ്ഞ ഓട പലപ്പോഴും ദൈവത്തിന്റെ മുമ്പിലും മനുഷ്യന്റെ മുമ്പിലും നിന്ദിക്കപ്പെട്ട്, നിന്നെ കൊണ്ട് ഉപയോഗമില്ലെന്ന് പറഞ്ഞ്, നീ പോയ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, നിന്നെ കൊണ്ട് ഒരു യൂസ് ഇല്ല, നീ പോകുന്നിടത്തെല്ലാം ഇത് നന്നാവുന്നില്ല, ശരിയാകുന്നില്ല എന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തുന്ന ഇടത്ത്, നിന്നെ ഉപയോഗശൂന്യമാക്കി മാറ്റി കളയുന്ന ഇടത്ത് ഇന്ന് രാത്രി ആത്മാവിലൊന്ന് തിരിച്ചു ചിന്തിച്ചേ. ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്തവൻ ലോകത്തിൽ ആർക്കും വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ, നിന്നെ മാറ്റി നിർത്താതെ മാറോട് ചേർത്തടച്ചു നിന്നെ ആവശ്യമുണ്ടെന്ന് പറയുന്ന ഒരുവൻ,
പുകയുന്ന തിരിയെ കെടുത്താത്തവൻ. നല്ല തിരിയൊക്കെ എല്ലാവരും എടുക്കും. എണ്ണയുള്ളതും നല്ലതുമായതും നോക്കി നല്ല സെലക്ഷനിൽ പോകും. അവസാനം തിരികടയായി സെലക്ഷനിൽ ആരും എടുക്കാതിരിക്കുന്നു ആ കരിന്തിരി അല്ലെങ്കിൽ പുകയുന്ന തിരി. ഇതിനെ ആർക്കും വേണ്ട. ഇത് മറ്റുള്ളവർക്ക് ഭാരമാകും. മറ്റുള്ളവർക്കത് അത് 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 അവരുടെ തലയിലിരിക്കും. അതുകൊണ്ട് ആർക്കും അത് വേണ്ട. പക്ഷേ ഇവിടെ ഒരുവൻ വരികയാ. ആ വരുന്നവന്റെ പേരാ യേശു കർത്താവ്. ആ വരുന്നവന്റെ പേരാ സർവശക്തനായ ദൈവം. ആ ദൈവം പറയുക, ആർക്കും വേണ്ടാത്തതിന് എനിക്ക് വേണം, ആർക്കും വേണ്ടാത്തതിന് എനിക്ക് വേണം. ഒന്ന് ശ്രദ്ധിച്ചേ, ദാവീദ് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ വീട്ടിൽ ഇശായിക്ക് 8 മക്കളാ, 8 പേരുണ്ട്. അപ്പൊ മൂത്തവന്മാരെല്ലാം മിടുക്കന്മാരാ. ശമൂവേലിനെ ദൈവം അയക്കുമ്പോ ഓരോരുത്തരും വന്നു. ശമ്മ വന്നു, എലീഹു വന്നു, ഓരോരുത്തരും വന്നു. അവരെല്ലാം മിടുക്കന്മാരാ. അവൻ പട്ടാളത്തിൽ പരിചയമുള്ളവരാ, നൈപുണ്യമുള്ളവരാ, നല്ല ഭരണപരിജ്ഞാനവും ഭരണ നൈപുണ്യമുള്ള രാജാവായിട്ട് ഒരുവനെ അഭിഷേകം ചെയ്യണം. 7 പേരും കഴിഞ്ഞു. എന്നാൽ ഒരുവനെ മാത്രം ക്ഷണിക്കപ്പെട്ടിട്ടില്ല. ക്ഷണിക്കപ്പെടാത്തൊരു കാര്യമുണ്ട്. അവൻ കാട്ടിൽ ആടിനെ മേയ്ക്കുകയാ. അവൻ എന്തായാലും തെരഞ്ഞെടുപ്പിനകത്തില്ല, അവൻ തെരഞ്ഞെടുപ്പിന് പുറത്താ. ബാക്കി എല്ലാവരും മിടുക്കരാ. അവർക്ക് അക്ഷരാഭ്യാസമുണ്ട്, ജ്ഞാനമുണ്ട്, വിവരമുണ്ട്. അതേ രാജ്യം ഭരിക്കാൻ അറിയാവുന്നവരാ. ഈശായുടെ നോട്ടത്തിലും അവരുടെ അമ്മയുടെ നോട്ടത്തിലും ശമൂവേലിന്റെ നോട്ടത്തിലും നാട്ടുകാരുടെ നോട്ടത്തിലും എല്ലാം അവൻ മിടുക്കനാ. പക്ഷെ ദൈവം പറഞ്ഞു വിട്ടു, അവന്റെ പൊക്കമോ അവന്റെ മുഖമോ നോക്കരുത്. ബാക്കി എല്ലാവരെയും നോക്കാം, പക്ഷെ അവന്റെ പൊക്കം നോക്കരുത്, കോഴിച്ചു നോക്കരുത്, മുഖം നോക്കരുത്. ഞാൻ പറയും ഒരുവനെ 7 പേര് 1, 2, 3 മാറിപ്പോയി 7 പേരെ ദൈവം തെരഞ്ഞെടുത്തില്ല. അവസാനം ചോദിച്ചു, ഇനി ആരുമില്ലേ നിന്റെ മക്കൾ? ഒരുവനുണ്ട്, അവൻ കാട്ടിൽ ആടിനെ മേയ്ക്കുക. ശമൂവേൽ തിരിച്ചു മറുപടി പറഞ്ഞു, അവൻ വന്നിട്ടല്ലാതെ ഞാൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യില്ല. അവൻ വന്നു, കാട്ടിക്കിടന്ന് അവൻ വന്നു. അവനെ ആളയച്ചു വിളിപ്പിച്ചു, അവൻ ഒഴിവാക്കപ്പെട്ടവനെ വിളിപ്പിച്ചു, മാറ്റി നിർത്തിയവനെ വിളിപ്പിച്ചു. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒഴിവാക്കപ്പെട്ട നിന്നെ, മാറ്റി നിർത്തപ്പെട്ട നിന്നെ, ആർക്കും വേണ്ടെന്ന് പറയുന്നത് നിന്നെ എന്റെ ദൈവം വിളിക്കുകയാ. കാട്ടിൽ ആടിനെ മേയിച്ചുകൊണ്ടിരുന്നവനെ ദൈവം വിളിച്ചു. ദൈവം തെരഞ്ഞെടുത്തവനെ അവൻ ആളയച്ചു വിളിപ്പിച്ചു. അവൻ വന്നപ്പോ ശമൂവേലിനോട് ദൈവാത്മാവ് പറഞ്ഞു, ഇവൻ തന്നെ അഭിഷേകം കൊണ്ട് നിറഞ്ഞവൻ, അവന്റെ തലമേൽ അഭിഷേകം പൊടിച്ചു. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ കുഞ്ഞെ, ലോകം മാറ്റി നിർത്തുമ്പോ, ലോകം ഒഴിവാക്കുമ്പോ, നിന്നെ കൊണ്ട് ഒക്കത്തില്ലെന്ന് പറഞ്ഞ്, നിന്നെ ആടിനെ മേയ്ക്കാനേ കൊള്ളുകയുള്ളൂ എന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തുമ്പോ, ഇന്ന് രാത്രി മറക്കരുത്, ആർക്കും വേണ്ടാത്തതിനെ വേണ്ടി ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ സെലക്ഷൻ എല്ലാം അങ്ങനെയാ. കർത്താവിന് ഒരു പാത്രം ആവശ്യമായി വന്നു. ഒരു പാത്രം, അത് വീഞ്ഞു നിറയ്ക്കാൻ ഒരു പാത്രം ആവശ്യമായി വന്നു. പഴയ നിയമത്തിൽ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യയ്ക്ക് എണ്ണ നിറയ്ക്കാൻ ഒരു പാത്രം ആവശ്യമായി വന്നു. അപ്പോൾ ഈ വീഞ്ഞു നിറയ്ക്കുന്ന പാത്രം, എല്ലാവരും ആശ്രയിക്കുന്നത് വീഞ്ഞു നിറയ്ക്കുന്ന നല്ല പൊൻപാത്രങ്ങൾ, വെള്ളിപ്പാത്രങ്ങൾ, ഇല്ലെങ്കിൽ അകത്തിരിക്കുന്ന നല്ല പാത്രങ്ങൾ, കഴുകി വൃത്തിയാക്കി അകത്തെ പാത്രങ്ങൾ. പക്ഷെ കർത്താവ് പറഞ്ഞു, എനിക്ക് ആ പാത്രം വേണ്ട. കർത്താവ് തിരഞ്ഞെടുത്ത പാത്രം 5, 6 പറ വീതം കൊള്ളുന്ന, പുറത്തിരിക്കുന്ന, കാല് കഴുകുന്ന പാത്രം, അത് മതി. പുറത്തെറിയപ്പെട്ട പാത്രം മതി കർത്താവിന് പാത്രം ആവശ്യമായി. പുറത്തിരിക്കുന്ന പാത്രം, കൽപാത്രമാ കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. കർത്താവിന് ഒരിക്കലും പക്ഷി ആവശ്യമായിട്ട് വന്നു. ആവശ്യം എന്തിനാണെന്നറിയാമോ? അപ്പം കൊടുക്കാൻ. സ്വർഗത്തിലെ അപ്പം കൊണ്ട് പ്രവാചകൻ ഏലിയാവിന് കൊടുക്കാൻ ഒരു പക്ഷി ആവശ്യം വന്നു. അരയന്നമുണ്ട്, കൊക്കുണ്ട്, നല്ല വൃത്തിയുള്ള പ്രാവുണ്ട്. അതൊന്നുമല്ല, കർത്താവിന് വേണ്ടി ഇത് കാക്കയാ. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട കാക്ക മതി. ആർക്കും വേണ്ടാത്ത കാക്കയുടെ വായി ചുണ്ട് കണ്ട, കായ് കണ്ട്, കാല് കണ്ട കഴിക്കത്തില്ല. കാക്ക എല്ലാ അശുദ്ധിയിലും ഇരിക്കുന്ന. പക്ഷെ കർത്താവ് തിരഞ്ഞെടുക്കുന്നത് ആർക്കും വേണ്ടാത്തതിനെയാ. എല്ലാവർക്കും വേണ്ടാത്ത, എല്ലാവരും ഒഴിവാക്കിയതിനെ കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. കർത്താവിന് ഒരിക്കൽ ഒരു മൃഗത്തെ ആവശ്യം വന്നു. ഒന്ന് യാത്ര ചെയ്യാൻ ഒരു മൃഗത്തെ ആവശ്യം വന്നു. അന്നത്തെ പ്രൗഢി കാണിക്കുന്ന ആനയുണ്ട്, രാജാക്കന്മാർ സന്ദർശിക്കുന്ന കുതിരയുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞു, എനിക്കതൊന്നുമല്ല വേണ്ടത്. എനിക്ക് ആരും കയറാത്തൊരു കഴുതക്കുട്ടിയുണ്ട്, അമ്മയോട് കൂടെ കെട്ടിയിരിക്കുന്ന ഒരു കഴുതക്കുട്ടിയുണ്ട്. ആ കഴുതക്കുട്ടിയെ കഴിച്ചുകൊണ്ട് പോവാ. കഴുതക്കുട്ടി അത് അപമാനത്തിന്റെ, ആർക്കും വേണ്ട, ആരും അതിനെ ഉപയോഗിക്കത്തില്ല, തെരുവീതിയിൽ കൂടെ നടക്കാൻ പാടില്ല. ആർക്കും വേണ്ടാത്ത കഴുതക്കുട്ടിയെ കർത്താവിന് മൃഗത്തെ ആവശ്യം വന്നപ്പോ കുതിര വേണ്ട, ആന വേണ്ട, കർത്താവ് തെരഞ്ഞെടുത്തത് ആർക്കും വേണ്ടാത്ത കഴുതയാ. മനുഷ്യനെ ആവശ്യം വരുമ്പോ കർത്താവ് തെരഞ്ഞെടുക്കുന്നത് മിടുക്കന്മാരെയല്ല, വിശ്വസ്തന്മാരെ. ദാവീദിന്റെ വീട്ടിൽ ദാവീദിനെയാ തെരഞ്ഞെടുത്തത്. ആർക്കും വേണ്ട എന്ന് പറഞ്ഞ ദാവീദിനെ, ജോസഫിന്റെ വീട്ടിൽ ജോസഫ് എന്ന് പറയുന്ന മനുഷ്യനെയാ ദൈവം തെരഞ്ഞെടുത്തത്. നല്ല മിടുക്കന്മാരായ സന്നദ്ധി സംഘമൊക്കെ ഉള്ളപ്പം ആർക്കും വേണ്ടാത്ത മുക്കുവന്മാരായ പത്രോസിനെ, യോഗനാനെയുമോ ദൈവം തെരഞ്ഞെടുത്ത്. മിടുക്കന്മാരെ, അത് സമർപ്പണത്തോടെ ഉള്ളവരെ ദൈവം ഉപയോഗിക്കും, പൗലോസിനെ പോലെ. എന്നാൽ അത് ദൈവത്തിന് ആവശ്യം വരുമ്പോൾ ദൈവം കൂടുതൽ ചോയ്സ്, വിശ്വസ്തന്മാരെ, ദൈവം മനുഷ്യപുത്രന്മാരിൽ വിശ്വസ്തന്മാരെ അന്വേഷിക്കും. മിടുക്കന്മാരെ ലോകം അന്വേഷിക്കുമ്പോൾ ദൈവം അന്വേഷിക്കുന്നത് വിശ്വസ്തന്മാരെ. ഇന്ന് ഞാൻ എന്റെ സന്ദേശം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ദൈവം അവസാനത്തെ വാക്ക് കൂട്ടിച്ചേർക്കട്ടെ. എന്നെ തെരഞ്ഞെടുത്ത ദൈവം, നിന്നെ തെരഞ്ഞെടുത്ത ദൈവം. ആ വാക്കിന്റെ അർത്ഥമാണ്, ചതഞ്ഞ ഓടയെ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരിയെ കെടുത്തി കളയത്തില്ല. കുഞ്ഞെ, നിന്നെ ആർക്കും വേണ്ടാതിരിക്കുന്നെങ്കിൽ എന്റെ ദൈവത്തിന് വേണം. സഭയ്ക്ക് വേണ്ടേ, മറ്റുള്ളവർക്ക് വേണ്ടേ, പ്രിയപ്പെട്ടവർക്ക് വേണ്ടേ, ചർച്ചക്കാർക്ക് വേണ്ടേ, കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്.
ചതഞ്ഞ് ഓട ഒടിച്ചു കളയാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്തി കളയാത്തവൻ ഇന്ന് നിന്നെ തെരഞ്ഞെടുക്കുകയാ, നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാ. ദൈവരാജ്യത്തിന്റെ അതേ അടയാളമായി, ദൈവരാജ്യത്തിലെ അംഗമായി, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ദൈവരാജ്യത്തിലെ ഒരു പൗരനായി, സ്വർഗീയ പൗരനായി കുഞ്ഞെ കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഒന്ന് തിരിച്ചറിഞ്ഞേ, ആത്മാവിൽ തിരിച്ചറിഞ്ഞേ, നീ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിലുള്ളവനാ. ആർക്കും വേണ്ടാത്തതിനെ കർത്താവിന് വേണം. ഇന്ന് നീ നിരാശപ്പെട്ടു പോകില്ല. ചതഞ്ഞ് ഓടയാ, അതേ പുകയുന്ന തിരിയ, പക്ഷെ കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ആരെങ്കിലും ചോദിച്ച പറ, ദൈവത്തിന് ഇതിനെ കൊണ്ട് നിന്നെ കൊണ്ട് ആവശ്യമുണ്ടെന്ന്. നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. ആത്മാവിൽ ഒന്ന് തിരിച്ചറിഞ്ഞ് നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് എന്റെ ഈ സന്ദേശം കേൾക്കുന്നത് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്തി കളയാത്തവൻ, കുഞ്ഞെ കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. കർത്താവേ, ആത്മാവിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. അവരുടെ നിരാശകളിൽ, അവരുടെ വേദനകളിൽ, സങ്കടങ്ങളിൽ കൂടിയിരിക്കുന്ന ദൈവം ഒന്നുകൂടി ഉറപ്പിക്കുന്നു. കർത്താവിന് ആവശ്യമുണ്ട്. കർത്താവിന് ആവശ്യമുണ്ട്. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നത് നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. നിന്റെ ക്വാളിറ്റി അല്ല, മിടുക്കല്ല, കഴിവല്ല, മറിച്ച് നിന്റെ വിശ്വസ്തതയ്ക്കനുസരിച്ച് കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. ദൈവം ഈ ജനത്തെ അനുഗ്രഹിക്കുന്നതിനായി, അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കൽപ്പിക്കുന്നതിനായി അങ്ങയോട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവകരം കൂടിയിരിക്കും. ജനത്തെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിയിരിക്കുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവിന്റെ അനുഗ്രഹം ഈ ജനത്തോട് കൂടെയുള്ളതിനായി നന്ദി പറയുന്നപ്പാ. യേശു കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവ് നയിക്കുന്നതിനായി സ്തോത്രം. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്വർഗീയ ചിറകടിയിൽ നമ്മൾ മറക്കപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു.